കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും പണവും മോഷണം പോയി. ഈങ്ങാപ്പുഴ അങ്ങാടിക്ക് സമീപമുള്ള തലച്ചെറിൽ ജോസ് മാത്യുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: ജോസ് മാത്യുവിന്റെ ഭാര്യ പിതാവ് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായത് കാരണം ജോസ് മാത്യുവിന്റെ ഭാര്യ രാത്രിയിൽ ആശുപത്രിയിലായിരുന്നു. താമരശ്ശേരി സ്റ്റേറ്റ് ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ജോസ് മാത്യു ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. ഇന്ന് ഉച്ചയോടെ ഇവർ വീട്ടിലെത്തി അകത്ത് പ്രവേശിച്ചപ്പോഴാണ് അലമാരകളെല്ലാം തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന 4 പവൻ സ്വർണവും 2 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങളും 65,000 രൂപയും 3 വാച്ചുകളും നഷ്ടപ്പെട്ടതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. CCTVയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയി വൈഫിനെയും കൂട്ടി മോളെയും കൂട്ടി തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ടതാണ് കാണുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലമാരി എല്ലാം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. എല്ലാം ബാക്ക് സൈഡിൽ നിന്നാണ് ഇവർ കയറി തുളച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ്. വീടിന്റെ പിൻഭാഗത്തെ വാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടുടമയുടെ പരാതി പ്രകാരം താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അതേസമയം ആഴ്ചകൾക്ക് മുൻപ് സൗത്ത് പുതുപ്പാടിയിലെ അടച്ചിട്ട വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നിരുന്നു. പുതുപ്പാടി മേലാറ്റത്തെ സാനിറ്ററി കടയിലും അടുത്തിടെയാണ് മോഷണം നടന്നത്. എന്നാൽ ഈ കേസുകളിൽ ഒന്നും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.